വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് 2.0. നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഡിഗ്രിയുടെ പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ ഡേറ്റൊക്കെ ആയി. ഈ മാസം 22-ാം തീയതിയാണ് അതിൻ്റെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത്, അല്ലേ, പ്രിലിംസ് എന്ന് പറയുന്നത്. സോ അതുമായി റിലേറ്റ് ചെയ്ത് അതിൻ്റെ സിലബസിലെ ജോഗ്രഫിയിലെ ഒരു പോർഷനാണ് ഓഷ്യൻസ് ആൻഡ് ഇറ്റ്സ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓഷ്യൻസ് നമുക്കറിയാം, അതിൻ്റെ കുറച്ച് മൂവ്മെൻറ്റ്സുകളാണ് കുറച്ച് വൈഡായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. സോ അതിലേക്ക് നമുക്ക് പോവാം. ആദ്യം ഓഷ്യൻസ് ആണ്. നമുക്കറിയാം ഓഷ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓഷ്യൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? സാധാരണ 5 അതിൻ്റെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്. ഒന്ന് പസഫിക് ഓഷ്യൻ, ശരിയല്ലേ? പസഫിക് ഓഷ്യൻ, അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, അതുപോലെ തന്നെ അന്റാർട്ടിക് ഓഷ്യൻ, ഏതാ ആർട്ടിക് ഓഷ്യൻ, അല്ലേ? അപ്പോൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകെ 5 ഈ പറയുന്ന ഓഷ്യൻസ് ആണുള്ളത്. നമുക്കറിയാം ഏറ്റവും വലുതെന്ന് പറയുന്നത് പസഫിക് ഓഷ്യൻ ആണെന്നറിയാം, ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ആർട്ടിക് ഓഷ്യൻ എന്നും അറിയാം. അപ്പോൾ പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത് പൈസ എന്ന് പറയുന്ന ഒരു കോഡിൽ വെച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കറക്റ്റ് ഓർഡറിന് എഴുതാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞ കോഡാണ്. ശരി, അപ്പോൾ പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, അന്റാർട്ടിക് ഓഷ്യൻ, അതുപോലെ തന്നെ ആർട്ടിക് ഓഷ്യൻ. പസഫിക് ഓഷ്യൻ എത്രയാണ്? 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണെന്നുണ്ടെങ്കിൽ 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇനി ഇന്ത്യൻ ഓഷ്യൻ്റെ ആണെന്നുണ്ടെങ്കിലോ 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അടുത്തതോ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണെന്നുണ്ടെങ്കിൽ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ ഓഷ്യനായ ആർട്ടിക് ഓഷ്യൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആർട്ടിക് ഓഷ്യൻ്റെതാണെങ്കിൽ 14.09 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ പറയുന്ന ഓഷ്യൻസിൻ്റെ എന്ന് പറയുന്നതാണ് വലിപ്പം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതറിയാം. ഇനി അതിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കണം. മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അറിയാം സമുദ്രജലം എന്ന് പറയുന്നത് ചലനാത്മകമാണ് എന്നറിയാം. എന്താ ചലനാത്മകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യാണ്? വേവ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് ചലനാത്മകം എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചലനാത്മകം? നമുക്കറിയാം ഇപ്പോൾ ഇപ്പം വാട്ടർ സോഴ്സുകളെല്ലാം ചലനാത്മകമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, എപ്പോഴും കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളുണ്ട്, അല്ലേ? ഈ പറയുന്ന തടാകങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കെട്ടിക്കിടക്കുന്നതാണ്. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഈ പറയുന്ന മൂവ്മെൻറ്റ് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്നത്. അപ്പോൾ നദികളെന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്താണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ എല്ലാത്തിലും ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനെങ്കിലും സർഫസിൽ കുറച്ച് ചേഞ്ചസ് വരും. ഈ പറയുന്ന ബാഹ്യമായിട്ടുള്ള കുറച്ച് സവിശേഷതകൾ കാരണം അതിലും ചേഞ്ചസ് വരാം. ഇപ്പോൾ സാധാരണ നമ്മൾ പഠിക്കേണ്ടത് ജലം എന്ന് പറയുന്നത് ചലനാത്മകമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമുദ്രജലത്തിൻ്റെ ചലനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 2 ഘടകങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഒന്ന് ഭൗതികമായിട്ടുള്ള സവിശേഷതകൾ അല്ലെങ്കിൽ ഘടകങ്ങളുണ്ട്, അതുപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഭൗതികമായിട്ടുള്ള ഘടകങ്ങളിലേക്ക് പോകാം. ഒന്നെന്ന് പറയുന്നത് ഭൗതിക ഘടകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഏതെന്ന് വെച്ചാൽ ലവണത്വം, 2 താപം, 3 എന്ന് പറയുന്നത് ഏതാ? സാന്ദ്രത. അപ്പോൾ എന്താണിത്? ഭൗതിക ഘടകങ്ങളാണ്. ഇനി ബാഹ്യ ഘടകങ്ങളാണെന്നുണ്ടെങ്കിലോ? ബാഹ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1 സൂര്യൻ, 2 എന്ന് പറയുന്നത് ചന്ദ്രൻ, 3 ഏതാ? കാറ്റ്. അപ്പം ഇത്തരത്തിലുള്ള ഭൗതിക ഘടകങ്ങളും അതുപോലെ തന്നെ ബാഹ്യ ഘടകങ്ങളും ഉണ്ട്. ഭൗതിക ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് ലവണത്വം, സലൈനിറ്റി എന്ന് പറയാം, അല്ലേ? ഈ പറയുന്ന ഏറ്റവും കൂടുതൽ അതിനകത്ത് കാണപ്പെടുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. അത് നമുക്കറിയാം അതിനകത്ത് സമുദ്രജലത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന സലൈനിറ്റി അല്ലെങ്കിൽ ലവണത്വം എന്ന് പറയുന്നത്. അപ്പോൾ ലവണത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അല്ലെങ്കിൽ അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറവാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സിന് കാരണമാകുന്നുണ്ട്. അടുത്തത് താപം, ചൂട്, അല്ലേ? ടെമ്പറേച്ചറും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്?
സമുദ്രജലത്തിൻ്റെ ചലനത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് സാന്ദ്രത. അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നതും എന്തിനെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? സമുദ്രജലത്തിൻ്റെ ചലനത്തെ. ഇനി പറയുന്ന ബാഹ്യചലനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബാഹ്യ ഘടകങ്ങൾ, ബാഹ്യ ബലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ സൂര്യൻ, ചന്ദ്രൻ, കാറ്റ്. ഇതൊക്കെ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഓരോന്നിനെയും സ്വാധീനിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മുടെ ചലനങ്ങൾ വരുന്നത്. പ്രധാനമായിട്ടും സമുദ്രജലത്തിൻ്റെ ചലനങ്ങൾ രണ്ട് രീതിയിലാണ്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സമുദ്രം പഠിച്ചു, ശരിയല്ലേ? ഈ പറയുന്ന ഓഷ്യൻസ് അല്ലേ, ഓഷ്യൻസ് കെട്ടിക്കിടക്കുന്ന അത്രത്തോളം നമ്മുടെ ഭൂമിയിലെ ഏകദേശമൊക്കെ ഉള്ള 90% എന്താണ് ഈ പറയുന്ന സമുദ്രജലമാണെന്ന് പറഞ്ഞു അല്ലേ. സലൈൻ വാട്ടറാണ്. അതിന് വളരെ 1% മാത്രമേ എന്തുള്ളൂ നമ്മുടെ ശുദ്ധജലമായിട്ടുള്ളൂ. സോ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഓഷ്യൻസിനെ പറ്റി നോക്കി. ഓഷ്യൻസ് 5 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പസഫിക് ഓഷ്യൻ ഉണ്ട്, അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്, ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, അന്റാർട്ടിക് ഓഷ്യൻ ഉണ്ട്, അതുപോലെ തന്നെ ഏതാ ഉള്ളത്? ആർട്ടിക് ഓഷ്യൻ ഉണ്ട്. അതിൻ്റെ എത്ര കിലോമീറ്റേഴ്സ് ആണെന്ന് നമ്മൾ നോക്കിയതാണ്, അതിൻ്റെ വ്യാപ്തി നോക്കിയതാണ്. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത് സമുദ്രജലം ചലനാത്മകമെന്ന് പറഞ്ഞു. സോ 2 തരത്തിലുള്ള സമുദ്ര ചലനങ്ങളാണുള്ളത്. പ്രധാനമായിട്ടും സമുദ്ര ചലനങ്ങളാണ്. ഓക്കെ, സമുദ്രജല ചലനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തിരശ്ചീന സമുദ്ര ചലനങ്ങൾ, ഒന്നെന്ന് പറയുന്നത് തിരശ്ചീന സമുദ്ര ചലനങ്ങളും ഉണ്ട്. 2 എന്ന് പറയുന്നത് ലംബ സമുദ്ര ചലനങ്ങളും ഉണ്ട്. അപ്പോൾ തിരശ്ചീന സമുദ്ര ചലനങ്ങളും ഉണ്ട്, ഈ പറയുന്ന ലംബമായിട്ടുള്ള സമുദ്രജല ചലനങ്ങളും ഉണ്ട്. ഇനി തിരശ്ചീന സമുദ്രജല ചലനങ്ങൾക്ക് ഉദാഹരണം പറയുവാണെങ്കിൽ 2 കാര്യങ്ങളാണ് അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് തിരമാല, അതുപോലെ സമുദ്രജല പ്രവാഹങ്ങൾ. സമുദ്രജല പ്രവാഹങ്ങൾ ലംബമായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ വേലികൾ. വേലിയേറ്റം, വേലിയിറക്കമൊന്നും കേട്ടിട്ടില്ലേ? വേലികൾ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ചലനങ്ങൾ, സമുദ്രജലത്തിൻ്റെ ചലനങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് തിരശ്ചീന ചലനങ്ങളും ലംബ ചലനങ്ങളും. ഒന്നാമത്തെ തിരശ്ചീന ചലനങ്ങൾക്ക് ഉദാഹരണം പറയുവാണെങ്കിൽ ഒന്ന് തിരമാല, 2 എന്ന് പറയുന്നത് സമുദ്രജല പ്രവാഹങ്ങളാണ്. ഇനി ലംബമായിട്ട് നടക്കുന്ന സമുദ്രജല ചലനങ്ങൾക്ക് ഉദാഹരണമാണ് വേലികൾ എന്ന് പറയാം. നമുക്ക് അതിനകത്ത് ആദ്യത്തേതാണ് തിരമാല. ആദ്യത്തെ തിരമാല. തിരമാല എന്ന് പറയുമ്പോൾ എന്താണ്? സമുദ്രജലത്തിൻ്റെ ഉപരിതലത്തിലാണോ അതേപോലെ അതാണോ നമ്മുടെ ഉള്ളിലാണോ ഈ പറയുന്ന തിരമാലകൾ ഉണ്ടാകുന്നത്? അറിയാം അല്ലേ? തിരമാല സംഭവിക്കുന്നത് എപ്പോഴും എന്താണ്? സമുദ്രജലത്തിൻ്റെ സർഫസിലാണ് അല്ലെങ്കിൽ ഉപരിതലത്തിലാണ്. അപ്പോൾ സമുദ്ര ഉപരിതലത്തിൽ കാറ്റ് സൃഷ്ടിക്കുന്ന മർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ കർഷണത്തിൻ്റെയും ഫലപ്രദമായിട്ട് അല്ലെങ്കിൽ ആ സ്വാധീനം കാരണം സമുദ്രജലത്തിലുണ്ടാകുന്ന ചലനത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തിരമാല എന്ന് വിളിക്കാം. തിരമാല എന്ന് പറയുന്നത് തിരശ്ചീന സമുദ്ര ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരിക്കൽ കൂടി, സമുദ്രജല ചലനങ്ങൾ 2 വിധത്തിലാണ്. ഒന്ന് തിരശ്ചീന സമുദ്ര ചലനങ്ങളും അതുപോലെ തന്നെ ലംബ സമുദ്ര ചലനങ്ങളും. തിരശ്ചീനം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് 2 കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഒന്ന് തിരമാലയും അതുപോലെ തന്നെ സമുദ്രജല പ്രവാഹങ്ങളും പറഞ്ഞു. രണ്ടാമത്തത് ലംബ സമുദ്ര ചലനങ്ങളാണ്. അതിൻ്റെ എക്സാമ്പിളാണ് വേലികളെന്ന് പറയുന്നത്. അപ്പോൾ തിരശ്ചീനം എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് തിരമാല പറഞ്ഞു. തിരമാല എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രജലത്തിൻ്റെ ഉപരിതലത്തിൽ കാറ്റും അതുപോലെ കാറ്റ് സൃഷ്ടിക്കുന്ന മർദ്ദത്തിൻ്റെയും കർഷണത്തിൻ്റെയും ഫലമായിട്ടുണ്ടാകുന്ന ആ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ചലനത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തിരമാല എന്ന് വിളിക്കാം. ഈ തിരമാലകളുടെ സവിശേഷതകൾ പറയുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കവിടെ പഠിക്കാനുണ്ട്. നിങ്ങൾ +2 ടെക്സ്റ്റൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വൈഡായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തതാണ് തിരാശിഖരം. തിരാശിഖരം എന്ന് പറയുന്നത് എന്താ? തിരാശിഖരം എന്ന് പറയുന്നത് തിരമാല ഇത് ഇങ്ങനെയല്ലേ മൂവ് ചെയ്യുന്നത് ആണ്, ശരിയല്ലേ? അപ്പോൾ തിരാശിഖരം എന്ന് പറയുന്നത് ഈ പറയുന്ന കണ്ടോ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഈ പോർഷൻസാണ് ഏറ്റവും ഹൈറ്റിലുള്ള നിൽക്കുന്ന ഈ പോർഷൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തിരാശിഖരം. ക്ലിയർ ആണോ? തിരാശിഖരം എന്ന് പറയുന്നത് ഒരു തിരയുടെ ഇതൊരു തിരയാണ്. ഇങ്ങനെ വന്നാൽ ഒരു തിര, ശരിയല്ലേ? അപ്പം ഈ ഒരു തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് എന്ന് പറയുന്നത് എന്തെന്ന്? നമ്മുടെ തിരാശിഖരം എന്ന് പറയുന്നത്. രണ്ടാമത്തത് തിരാതടം.
തിരാതടം. തിരാതടം എന്ന് പറയുന്നത് ഒരു തിരമാല എടുക്കുകയാണെങ്കിൽ ആ തിരമാലയുടെ ഏറ്റവും താഴ്ന്ന ഭാഗത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഏറ്റവും താഴ്ന്ന ഭാഗത്തിനെ തിരാതടം എന്ന് വിളിക്കാം. ഓക്കെ, തിരാതടം എന്ന് പറയുന്നത് ഒരു തിരമാലയുടെ ഏറ്റവും താഴ്ന്ന ഭാഗം. തിരാശിഖരം എന്ന് പറഞ്ഞാൽ ഒരു തിരമാലയുടെ ഏറ്റവും ഉയർന്ന ഭാഗം. നമ്മൾ തിരമാലകളിൽ രണ്ട് കാര്യങ്ങളാണ് നോക്കിയത്. ഒന്ന് തിരാശിഖരം പറഞ്ഞു, തിരാതടം പറഞ്ഞു. തിരാശിഖരം അറിയാം, ഒരു തിരമാലയുടെ ഏറ്റവും ഉയർന്ന ഭാഗം അല്ലെങ്കിൽ ഉയർന്ന ഭാഗത്തിന് ഏറ്റവും ഹൈപ്പിലുള്ള ആ ഒരു സ്റ്റേജാണ് തിരാശിഖരം എന്ന് പറയുന്നത്. നമുക്കറിയാം ശിഖരങ്ങൾ എവിടെയാണ്? മരത്തിന് ഏറ്റവും മുകളിലാണുള്ളത്. അത്രയും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ തിരമാലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തിരാശിഖരം എന്ന് വിളിക്കാം. രണ്ടാമത്തത് തിരാതടമാണ് പറഞ്ഞത്. തടം നമ്മൾ തടം വെട്ടിക്കൊടുക്കുന്ന ഏതിനാണ്? ഈ പറയുന്ന ചെടിയൊക്കെ ആയിരുന്നത് ഏറ്റവും താഴെയാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് കിട്ടും. അത് വ്യത്യാസം മീൻസ് ഡൗട്ട് വരാൻ പാടില്ല. കാരണം ഇതുമായി ഇതേ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ 2-3 കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതാണ് തിരാതടവും തിരാശിഖരവും. ഇനി അടുത്തതുള്ളത് ഏതാന്ന് വെച്ചാൽ തിരോന്നതി. തിരോന്നതി എന്താ തിരോന്നതി എന്ന് പറഞ്ഞാൽ? തിരോന്നതി എന്ന് പറഞ്ഞാൽ ഒരു തിരാശിഖരത്തിനും അതുപോലെ തന്നെ ഒരു തിരാതടത്തിനും ഇടയിലുള്ള ലംബമായിട്ടുള്ള ഒരു ദൂരത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തിരോന്നതി എന്ന് വിളിക്കാം. അതായത് ഇതൊരു തിരമാല, ഇത് വേറൊരു തിരമാല, ഇതിന് ഇടയിലുള്ള, അതായത് ഇത് ശിഖരം, ഇതെന്താണ്? തിരാശിഖരം. ഇതെന്താ? തിരാതടമാണ്. അപ്പോൾ തിരാശിഖരത്തിനും തിരാതടത്തിനും ഇടയിലുള്ള ഈ ലംബമായിട്ടുള്ള ഒരു ദൂരമുണ്ടല്ലോ, ആ ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തിരോന്നതി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? തിരോന്നതി എന്ന് പറഞ്ഞാൽ ഒരു തിരാശിഖരത്തിനും ഒരു തിരാതടത്തിനും ഇടയിലെ ലംബമായിട്ടുള്ള ദൂരത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തിരോന്നതി എന്ന് വിളിക്കാം. തിരോന്നതി. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ്, 3 കാര്യങ്ങളെ നമ്മൾ പറഞ്ഞുള്ളൂ തിരമാലയെ റിലേറ്റ് ചെയ്ത്. ഇനി 4ാമത്തെ കാര്യമാണ് തിരാ ആയതി. എന്താ തിരാ ആയതി എന്ന് പറഞ്ഞാൽ? തിരാ ആയതി എന്ന് പറഞ്ഞാൽ എന്താ? തിരാ ആയതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, തിരോന്നതിയുടെ നേർപകുതിയാണ്. നമുക്കറിയാം തിരോന്നതി എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? ഇതിൻ്റെ നേർപകുതി എടുത്താൽ അതെന്താണ്? അതാണ് തിരോ ആയതി എന്ന് പറയുന്നത്. അപ്പോൾ തിരോന്നതിയും തിരാ ആയതിയും കണക്ട് ചെയ്ത് പഠിക്കാം. തിരാതടവും തിരാശിഖരവും കണക്ട് ചെയ്ത് പഠിക്കാം. തിരാശിഖരം എന്ന് പറഞ്ഞാൽ ഒരു തിരമാലയുടെ ഏറ്റവും ഉയർന്ന ഭാഗം. തിരാതടം എന്ന് പറഞ്ഞാൽ ഒരു തിരമാലയുടെ ഏറ്റവും താഴ്ന്ന ഭാഗം. ഇനി തിരോന്നതി എന്ന് പറഞ്ഞാൽ തിരാശിഖരത്തിനും തിരാതടത്തിനും ഇടയിലുള്ള ലംബമായിട്ടുള്ള ആ ദൂരത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തിരോന്നതി എന്ന് വിളിക്കാം. ഇനി തിരാ ആയതി പറഞ്ഞു. ഈ തിരോന്നതിയുടെ നേർപകുതിയായിട്ടുള്ള വസ്തുതയാണ് ഏതെന്ന് പറയുന്നത്? തിരോ ആയതി എന്ന് പറയുന്നത്. ഇനി തിരാകാലമുണ്ട്. എന്താ തിരാകാലം എന്ന് പറഞ്ഞാൽ? തിരാകാലം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമീപങ്ങളിൽ 2 തിരകളുണ്ടാകും അല്ലേ? സമീപസ്ഥങ്ങളായിട്ടുള്ള 2 തിരാശിഖരങ്ങളോ അതുപോലെ തന്നെ തിരാതടങ്ങളോ ഒരു നിശ്ചിത സ്ഥാനം പിന്നിടാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തിരാകാലം എന്ന് വിളിക്കാം. അതായത് നോക്ക്, ഇതൊരു തിരാശിഖരം, ഇത് തിരാതടം എന്ന് നമുക്കറിയാം. തിരാതടം എന്നറിയാം. ഇത് അടുത്ത ഒരു തിരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു നിശ്ചിത ദൂരമില്ലേ? നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നിശ്ചിത ദൂരം. ഒരു തിരാശിഖരത്തിനും ഒരു തിരാതടത്തിനും സമീപങ്ങളിലെ തിരാശിഖരത്തിലും തിരാതടത്തിലും എത്താൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന സമയത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈ കാലം എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? എടുക്കുന്ന സമയമാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു തിരയിൽ നിന്ന് മറ്റൊരു തിരയിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന സമയം നമുക്ക് കാലം എന്ന് പറയാം. ഇനി അടുത്തത് തിരാദൈർഘ്യമാണ്. മാറിപ്പോവല്ലേ? തിരാദൈർഘ്യം. എന്താ തിരാദൈർഘ്യം എന്ന് പറഞ്ഞാൽ? തിരാദൈർഘ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 തിരാശിഖരങ്ങളുണ്ടാകും. ആ തിരാശിഖരങ്ങൾ തമ്മിലുള്ള ദൂരം ഇതൊരു തിരാശിഖരമാണ്, ഇതും ഒരു തിരാശിഖരമാണ്. ഇത് തമ്മിലുള്ള ദൂരം ഞാനിവിടെ ഇതേപോലെ തന്നെയാണ് വരച്ചിരുന്നത്. നിങ്ങളിവിടെ തിരാതടം ഒന്നും നോക്കി വെക്കരുത്. ഒരു അല്ലെങ്കിൽ ഒരു തിര മറ്റൊരു തിരയിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന സമയം തിരാകാലം. ഇനി ഒരു തിരാശിഖരവും മറ്റൊരു തിരാശിഖരത്തിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന ദൂരത്തിനെ നമുക്ക് ദൈർഘ്യം എന്ന് പറയാം. ഇനി തിരാവേഗമുണ്ട്. തിരാവേഗം.
എന്താ തിരാവേഗം എന്ന് പറഞ്ഞാൽ? തിരാവേഗം എന്ന് പറയുമ്പോൾ ഒരു തിര ജലത്തിലൂടെ സഞ്ചരിക്കാൻ എടുക്കുന്ന വേഗത്തിനെ നമുക്ക്, സ്പീഡിനെ നമുക്ക് എന്തെന്ന് പറയാം? തിരാവേഗം എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ഒരു തിരമാല സംഭവിക്കുമ്പോൾ ഒരു തിര സമുദ്ര ഉപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വേഗത്തിനെ നമുക്ക് തിരാവേഗം എന്ന് പറയാം. ഈ തിരാവേഗം നമ്മൾ യൂണിറ്റിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ നോട്ട്സ്, ഓക്കെ, നോട്ട്സ് എന്നാണ് നമ്മൾ KNOTS നോട്ട്സ് എന്ന രീതിയിൽ, എന്ന യൂണിറ്റിലാണ് എന്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെ നമ്മൾ അളക്കുന്നത്? തിരാവേഗത്തിനെ അളക്കുന്നത്. ക്ലിയർ ആണോ? അടുത്തത് ഒരെണ്ണം കൂടിയുണ്ട്, തിര ആവൃത്തിയുണ്ട്. തിര ആവൃത്തി. തിര ആവൃത്തി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകാൻ, ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തിരമാലകളുടെ എണ്ണത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തിര ആവൃത്തി എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട തിരമാലകളിലെ ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞുള്ളൂ. സമുദ്രങ്ങൾ ചലനാത്മകമാണെന്ന് പറഞ്ഞു. സമുദ്രജലം ഈ ചലനാത്മകത്തിന് കാരണമാകുന്ന ഒന്നാണ്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ചലനങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഒന്ന് ഈ പറയുന്ന തിരച്ചീന സമുദ്ര ചലനങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ലംബ സമുദ്ര ചലനങ്ങളുമുണ്ട്. തിരച്ചീന സമുദ്ര ചലനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് തിരമാലയും സമുദ്രജല പ്രവാഹങ്ങളും എന്ന് പറയുന്നത്. തിരമാലകളിൽ നമ്മൾ നോക്കിയതാണ് ഏതൊക്കെയെന്ന് പറയുന്നത്. തിരാശിഖരം നമ്മൾ പറഞ്ഞു, തിരമാലയുടെ ഏറ്റവും ഉയർന്ന ഭാഗം. അത് പറഞ്ഞതിന് ശേഷം തിരാതടം പറഞ്ഞു, ഒരു തിരമാലയുടെ ഏറ്റവും താഴ്ന്ന ഭാഗം. പിന്നീട് പറഞ്ഞത് തിരോ ഉന്നതിയാണ്. തിരോ ഉന്നതി എന്ന് പറയുമ്പോൾ ഒരു തിരാശിഖരത്തിനും മറ്റൊരു തിരാതടത്തിനും ഇടയിലുള്ള ലംബ ദൂരത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? തിരോ ഉന്നതി എന്ന് പറയുന്നത്. അടുത്ത തിര ആയതിയാണ്. തിര ആയതി എന്ന് പറഞ്ഞാൽ തിരോ ഉന്നതിയുടെ നേർ പകുതിയാണ് തിര ആയതി എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ തിരമാലയിൽ പറഞ്ഞു. പിന്നെ തിരശ്ചീന സമുദ്ര ചലനങ്ങളിൽ രണ്ടാമത്തതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. രണ്ടാമത്തേതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. സമുദ്ര ജല പ്രവാഹം. ഓക്കെ, എന്താ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്? അതായത് സമുദ്രത്തിൽ തിരമാലകൾ സർഫസിൽ, അല്ലെങ്കിൽ ആ ഉപരിതലത്തിൽ ചെറിയ ചെറിയ ഇപ്പോൾ ഈ പറയുന്ന കാറ്റിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ഒക്കെ ഒരു ഫോഴ്സിലൂടെയും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, അതിൻ്റെ ആ ചൂട്, അതിലേൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചൂട്, ലവണത്വം, അതിൻ്റെ സാന്ദ്രത, ഇത് അടിസ്ഥാനമാക്കിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചലനങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദ്രജലം വൻതോതിൽ നിശ്ചിത ദിശയിലേക്ക് തുടർച്ചയായിട്ട് തിരച്ചീനമായി ഒഴുകുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു തിരച്ചീനമായിട്ടുള്ള ഒരു സമുദ്ര ചലനത്തിന് ഉദാഹരണമാണ് സമുദ്രജല പ്രവാഹം എന്ന് പറഞ്ഞു. അപ്പോൾ സമുദ്രജലം വൻതോതിൽ തന്നെ നിശ്ചിത ദിശയിലേക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒഴുകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സമുദ്രജല പ്രവാഹം എന്ന് പറയാം. ഒരിക്കൽ കൂടി പറയാം, സമുദ്രജലം വൻതോതിൽ ഒരു നിശ്ചിത ദിശയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ അതിനെയാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. അതായത് കൂടുതലും ഈ സമുദ്രത്തിന് മുകളിലായിട്ടല്ല, മുകളിലാണെന്നുണ്ടെങ്കിൽ അത് തിരമാലയാണ്, ഇനി അതിന് ഉള്ളിലാണ്, അല്ലെങ്കിൽ ഈ സമുദ്രജലത്തിന് അടിഭാഗത്താണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെന്ന് വിളിക്കാം? ഈ സമുദ്രജലത്തിൻ്റെ നദികളെന്നും ഈ പറയുന്ന സമുദ്രജല പ്രവാഹത്തെ വിളിക്കാം. സമുദ്രത്തിലെ നദികളെന്നറിയപ്പെടുന്ന വിഭാഗമാണ് എന്തെന്ന് പറയുന്നത്? സമുദ്രജല, അല്ലേ? സമുദ്രത്തിൻ്റെ നദികളെന്ന് അറിയപ്പെടുന്നത്, അല്ലേ? നദികളെന്നറിയപ്പെടുന്നത് സമുദ്രജല പ്രവാഹങ്ങളാണ്. ഒരു ജലപ്രവാഹത്തിൻ്റെ വേഗത വേഗതയെ നമ്മൾ അറിയുന്നത് എന്താണ്? എങ്ങനെ നോട്ട് ചെയ്യുന്നത്? ഡ്രിഫ്റ്റ് എന്നാണ്. ഒരു ജലപ്രവാഹത്തിൻ്റെ വേഗതയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അത് ക്ലിയർ ആണോ? ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ്. ഈ ഡ്രിഫ്റ്റ് അളക്കുന്നത് എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രിഫ്റ്റ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് നോട്ട് തന്നെയാണ്. നോട്ട്സ്. ഓക്കെ, നോട്ട്സ്. ഓക്കെ, അപ്പോൾ ഡ്രിഫ്റ്റ് മെഷർ ചെയ്യുന്ന, ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ജലപ്രവാഹത്തിൻ്റെ വേഗതയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡ്രിഫ്റ്റ് എന്ന് വിളിക്കാം. ഇനി അതിൻ്റെ യൂണിറ്റ് അതെങ്ങനെ മെഷർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്? നോട്ട്സിലാണ്. ശരി, അടുത്തത് അർദ്ധഗോളങ്ങളെ ചുറ്റിയുള്ള സമുദ്രജല സഞ്ചയവും അവയുടെ ചാക്രികമായിട്ടുള്ള പ്രവാഹമാണ് ഗെയേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അത് ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഗെയേഴ്സ്. എന്താ ഗെയേഴ്സ് എന്ന് പറഞ്ഞാൽ? ഗെയേഴ്സ് എന്ന് പറഞ്ഞാൽ അർദ്ധഗോളങ്ങളെ ചുറ്റിയുള്ള സമുദ്രജലവും
അതുപോലെ തന്നെ അവയുടെ ചാക്രിക പ്രവാഹം, സമുദ്രജലവും അത് ഈ ചുഴി പോലെ നമുക്ക് കാണപ്പെടും. ഓക്കെ, അങ്ങനെ കാണപ്പെടുന്ന ആ ഒരു പ്രവാഹത്തിനെയാണ് ഗെയേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഗെയേഴ്സ് നോട്ട് ചെയ്ത് പോവുക. അർദ്ധഗോളങ്ങളെ ചുറ്റിയുള്ള സമുദ്രജല സഞ്ചയവും അവയുടെ ചാക്രികമായിട്ടുള്ള ആ പ്രവാഹത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗെയേഴ്സ് എന്ന് വിളിക്കാം. മറന്നു പോകരുത്. ഓക്കെ, ശരി. അടുത്തത് ഈ പറയുന്ന സമുദ്രജലത്തിനെ സ്വാധീനിക്കുന്ന, സമുദ്രജലത്തിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന എന്താണ് ബലങ്ങൾ അല്ലേ? നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ബാഹ്യബലങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ തന്നെ കാറ്റ് എന്ന് പറഞ്ഞു. ഇതേപോലെ സമുദ്രജല പ്രവാഹമുണ്ട്. ആ പ്രവാഹത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സമുദ്രജല പ്രവാഹത്തിനെ സ്വാധീനിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് പ്രൈമറി ഫോഴ്സും 2 സെക്കൻഡറി ഫോഴ്സും. പ്രൈമറി അല്ലെങ്കിൽ പ്രാഥമിക ബലങ്ങളുണ്ട്. എന്താ ഈ പ്രാഥമിക ബലങ്ങൾ എന്ന് പറഞ്ഞാൽ? സമുദ്രജല പ്രവാഹത്തെ സ്വാധീനിക്കുന്ന ബലങ്ങളാണ് പ്രാഥമിക ബലങ്ങളും അതുപോലെ തന്നെ ദ്വിതീയ ബലങ്ങളും. ഇനി ഈ പറയുന്ന പ്രാഥമിക ബലങ്ങൾ എന്ന് പറയുന്നത് ജലത്തിൻ്റെ ചലനത്തിന് കാരണമാകുന്ന ബലങ്ങളാണ്. എന്ത്? പ്രാഥമികം. ജലത്തിൻ്റെ ചലനത്തിന് കാരണമാകുന്നു. ഇപ്പം ജലത്തിൻ്റെ ചലനമാണെന്നുണ്ടെങ്കിൽ അതിന് കാരണമാകുന്ന ബലമാണ് സമുദ്രജല പ്രവാഹത്തിൻ്റെ പ്രാഥമിക ബലങ്ങൾ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്നറിയോ? ഈ പറയുന്ന പ്രാഥമിക ബലങ്ങൾ അല്ലെങ്കിൽ എന്തിനെ സ്വാധീനിക്കുന്ന സമുദ്രജല പ്രവാഹത്തെ? ഒന്നെന്ന് പറയുന്നത് സൗരോർജത്താലുള്ള താപനം. ഇപ്പോൾ സോളാറിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സൗരോർജത്താലുള്ള സോളാർ എനർജിയുടെ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനെ ബാധിക്കുന്നതാണ്? പ്രാഥമിക ബലങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. എന്തിനെ സ്വാധീനിക്കുന്ന? സമുദ്രജല പ്രവാഹത്തെ. രണ്ടാമത്തത് കാറ്റുകളാണ്. അപ്പോൾ സോളാർ എനർജി റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സൗരോർജ്ജ താപവും എന്തിനെ ബാധിക്കുന്നുണ്ട്? സമുദ്രജല പ്രവാഹത്തെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റ്. അടുത്തതെന്ന് പറയുന്നത് ഗുരുത്വാകർഷണം. അടുത്തതെന്ന് പറയുന്നതാണ് കോറിയോളിസിസ് ഫോഴ്സ്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രാഥമിക ബലങ്ങളാണ് പറഞ്ഞത്. സമുദ്രജല പ്രവാഹം, രണ്ടാമതായിട്ടുള്ള തിരശ്ചീനമായിട്ടുള്ള സമുദ്രജല ചലനങ്ങളുടെ ഉദാഹരണമാണ്. പ്രാഥമിക ബലങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ദ്വിതീയ ബലങ്ങളുമുണ്ട്. പ്രാഥമിക ബലങ്ങളിൽ എന്ന് പറയുന്നത് ജലത്തിൻ്റെ ചലനത്തിനെ സ്വാധീനിക്കുന്ന ബലങ്ങളാണ് പ്രാഥമിക ബലങ്ങളെന്ന് പറയുന്നത്. ജലത്തിൻ്റെ ചലനത്തിനെ സ്വാധീനിക്കുന്ന ബലങ്ങളാണ് പ്രാഥമിക ബലങ്ങളെന്ന് പറയുന്നത്. അതിലൊന്നാണ് സൗരോർജ താപത്താലുള്ള പ്രവാഹം അല്ലെങ്കിൽ ബലം. അതുപോലെ തന്നെ കാറ്റ് ഈ പറയുന്ന പ്രാഥമിക ബലങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ ഗുരുത്വാകർഷണം, ദെൻ എന്താണ്? കോറിയോളിസിസ് ഫോഴ്സ്. നമുക്ക് സോളാർ എനർജി അറിയാം, കാറ്ററിയാം, ഗുരുത്വാകർഷണം അറിയാം അല്ലേ? ഏതൊരു വസ്തുവിനും എന്താണ് താഴോട്ട് വരാനുള്ള അല്ലെങ്കിൽ ഭൂമിക്ക് താഴേക്ക് വരാനുള്ള ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഗുരുത്വാകർഷണം അറിയാം. ഇനി എന്താ കോറിയോളിസിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? കോറിയോളിസിസ് ഫോഴ്സ് കേട്ടില്ലേ? പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ കോറിയോളിസിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഭൂമിയുടെ ചലനം മൂലം നമ്മുടെ ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന ജലം, അതുപോലെ തന്നെ വായു എന്നിവ ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ ദിശാ വ്യതിയാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോറിയോളിസിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, ഭൂമി എടുക്കുമ്പോഴത്തേക്ക് ഇത് ഇക്വേറ്റർ എന്നറിയാം. 2 അർദ്ധഗോളങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈനാണ്. എന്താണ്? ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡാണ് എന്ന് പറയുന്നത്, അക്ഷാംശമാണ് 0 ഡിഗ്രി. ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ എന്ന് പറയാം അല്ലേ? ഇക്വേറ്റർ. ഇതെന്താണ്? നോർത്ത് പോളാണ്. ഇത് നോർത്ത് പോള്, ഇതെന്താണ്? സൗത്ത് പോള്. അപ്പോൾ നോർത്ത് പോള് മനസ്സിലായി, സൗത്ത് പോള് മനസ്സിലായി. അപ്പോൾ ഈ പറയുന്ന നോർത്ത് പോൾ, ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയാം, ഇത് സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും. ക്ലിയർ ആണോ? അപ്പോൾ
ഭൂമിയുടെ ചലനം മൂലം, ഭൂമി ഇങ്ങനെ മൂവ് ചെയ്യുന്ന റൊട്ടേഷനും റെവല്യൂഷനും നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാം. ഈ ഭൂമിയുടെ ചലനം മൂലം ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്ന രണ്ട് വസ്തുക്കളാണ് ഈ പറയുന്ന ജലമായിരുന്നാലും വായുവായിരുന്നാലും. ഇവ ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും, ഉത്തരാർദ്ധഗോളത്തിൽ വലത്തേക്കും, അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇടത്തോട്ടും ചലിക്കുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ എങ്ങനെ സഞ്ചരിക്കുന്നു? ഇടത്തോട്ടും സഞ്ചരിക്കുന്നു. ഇത്തരത്തിലുള്ള ദിശാ വ്യതിയാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൊറിയോളിസിസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? കൊറിയോളിസിസ് ഫോഴ്സ്. ഒരിക്കൽ കൂടി പറയുവാണ്, ഭൂമിയിൽ എന്തുണ്ട്? ഭൂമി ചലിക്കുന്നുണ്ട്. ഭൂമിയുടെ ചലനം മൂലം ഭൂമിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്ന ജലം, വായു എന്നിവയൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പറയുന്ന ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ദിശാ വ്യതിയാനത്തെ കൊറിയോളിസിസ് ഫോഴ്സ് എന്ന് പറയാം. ഈ കൊറിയോളിസിസ് ഫോഴ്സും എന്തിന് കാരണമാകുന്നുണ്ട്? സമുദ്രജല പ്രവാഹത്തിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ പ്രാഥമിക ബലങ്ങളെന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം ഏതൊക്കെയാണ്? സൗരോർജ്ജ താപം, അതുപോലെ തന്നെ കാറ്റ്, ഗുരുത്വാകർഷണം, കൊറിയോളിസിസ് ഫോഴ്സ്. ഇനിയുള്ളത് എന്താണ്? ദ്വിതീയ ബലങ്ങളാണ്. ദ്വിതീയ ബലങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഒന്നെന്ന് പറയുന്നത് ലവണത്വം. ഓക്കെ, ദ്വിതീയ ബലങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഏതാണ്? ലവണത്വം. രണ്ട്, ഈ പറയുന്ന ജലത്തിൻ്റെ സാന്ദ്രതയിലുള്ള വ്യത്യാസം. അപ്പോൾ എന്താ ഈ ദ്വിതീയ ബലങ്ങളെന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ജലത്തിൻ്റെ ചലനത്തിന് കാരണമാകുന്ന ബലങ്ങളാണ് പ്രാഥമിക ബലങ്ങളെന്ന് പറഞ്ഞു. എന്നാൽ ജലപ്രവാഹത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നതാണെങ്കിൽ, അപ്പോൾ ഒഴുക്കിനെ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെന്ന് വിളിക്കാം? ദ്വിതീയ ബലം. ഓക്കെ, ഒഴുക്കിനെ നിയന്ത്രിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ദ്വിതീയ ബലങ്ങളും, ജലത്തിൻ്റെ ചലനത്തിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്നതാണെങ്കിൽ പ്രാഥമിക ബലങ്ങളുമാണ്. അപ്പോൾ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ സമുദ്രജല പ്രവാഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഒന്ന് ദ്വിതീയ ബലങ്ങളെന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കേണ്ടത് ഒന്ന് ലവണത്വം, അതിൻ്റെ സാന്ദ്രതാ വ്യത്യാസം. ലവണത്വവും അതിൻ്റെ സാന്ദ്രതാ വ്യത്യാസവും എന്തിനെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒഴുക്കിനെ, ജലപ്രവാഹത്തിലെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ വിവിധ തരം സമുദ്രജല പ്രവാഹങ്ങളാണുള്ളത്. ഏതൊക്കെ തരത്തിലുള്ള സമുദ്രജല പ്രവാഹങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ആഴത്തെ അടിസ്ഥാനപ്പെടുത്തിയും, രണ്ട് താപനിലയെ അടിസ്ഥാനപ്പെടുത്തിയും. അപ്പോൾ നമ്മൾ സമുദ്രജല പ്രവാഹങ്ങളെ തരംതിരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആഴത്തെയും അടിസ്ഥാനപ്പെടുത്തിയുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സാന്ദ്രതയെ താപനിലയെ അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ തന്നെ ആഴത്തിനെ അടിസ്ഥാനപ്പെടുത്തിയും സമുദ്രജല പ്രവാഹത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. ആഴമാണെന്നുണ്ടെങ്കിൽ ഉപരിതല ജലപ്രവാഹങ്ങളെന്നും അതുപോലെ തന്നെ അഗാധ സമുദ്രജല പ്രവാഹങ്ങളെന്നും. ആഴത്തിനെയാണെന്നുണ്ടെങ്കിൽ ഉപരിതലം, അതുപോലെ തന്നെ രണ്ടാമത്തത് അഗാധ ജലപ്രവാഹങ്ങളെന്നും. ഓക്കെ, അഗാധ സമുദ്രജല പ്രവാഹം. അപ്പോൾ ആഴത്തിനെ അടിസ്ഥാനപ്പെടുത്തിയും അതിൻ്റെ താപനിലയെ അടിസ്ഥാനപ്പെടുത്തിയും സമുദ്രജല പ്രവാഹത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആഴമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ഉപരിതല സമുദ്രജല പ്രവാഹം, രണ്ട് അഗാധ സമുദ്ര ജലപ്രവാഹം. ഉപരിതല ജലപ്രവാഹങ്ങൾ ആകെ സമുദ്രജലത്തിൻ്റെ 10% മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, 10% ആകെ സമുദ്രജലത്തിൻ്റെ 10% മാത്രമേ ഉപരിതല സമുദ്രജല പ്രവാഹമുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി 90%, 90% പിന്നീടുള്ളത് ഏതാണ്? അഗാധ സമുദ്രജല പ്രവാഹങ്ങളാണുള്ളത്. അപ്പോൾ സമുദ്രജലത്തിൻ്റെ ആകെ 10% മാത്രമാണ് ഉപരിതല സമുദ്രജല പ്രവാഹങ്ങളുള്ളത്. രണ്ടാമത്തത് അഗാധ സമുദ്രജല പ്രവാഹം എന്ന് പറയുമ്പോൾ എത്രയാണ്? 90% ഉണ്ട്. ഈ പറയുന്ന ഉപരിതല സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത് എവിടെയാണ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സമുദ്ര ഉപരിതലത്തിൽ നിന്നും കാണുന്ന ആദ്യ 400 മീറ്റർ. ഓക്കെ, ആദ്യത്തെ 400 മീറ്റർ
താഴ്ചയിൽ കാണപ്പെടുന്ന സമുദ്രജല പ്രവാഹങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഉപരിതല സമുദ്രജല പ്രവാഹങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ആഴത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടെണ്ണം, ഉപരിതല സമുദ്രജല പ്രവാഹമെന്നും അഗാധ സമുദ്രജല പ്രവാഹമെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഉപരിതല സമുദ്രജല പ്രവാഹം ആകെ സമുദ്രജലത്തിൻ്റെ 10%, അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള 90% കാണപ്പെടുന്നത് അഗാധ സമുദ്രജല പ്രവാഹമാണ്. ഈ പറയുന്ന ആ സമുദ്രജല ഉപരിതലത്തിൻ്റെ ആദ്യം കാണുന്ന ആദ്യത്തെ 400 മീറ്റർ താഴ്ചയിൽ കാണപ്പെടുന്ന പ്രവാഹങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഉപരിതല ജലപ്രവാഹങ്ങളെന്ന് വിളിക്കാം. എന്നാൽ ഈ പറയുന്ന ഗുരുത്വാകർഷണത്തിലും അതുപോലെ തന്നെ സാന്ദ്രതയിലുമുള്ള വേരിയേഷൻ കാരണം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ സംഭവിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? അഗാധ ഈ പറയുന്ന സമുദ്രജല പ്രവാഹം. അപ്പോൾ സാന്ദ്രത അതുപോലെ തന്നെ ഗുരുത്വാകർഷണം. ഓക്കെ, സാന്ദ്രത അതുപോലെ തന്നെ ഗുരുത്വാകർഷണം, ഈ രണ്ട് ഫാക്ടേഴ്സിൻ്റെ മാത്രം വ്യത്യാസത്തിൽ എന്ത് ചെയ്യുവാണ്? ഈ പറയുന്ന ജലപ്രവാഹം നടക്കുന്നുണ്ടെങ്കിൽ എവിടെ? സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക്, അല്ലെങ്കിൽ ഈ 400 മീറ്റർ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗങ്ങളിൽ ഈ പറയുന്ന ജലപ്രവാഹം നടക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? അഗാധ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. ഉപരിതലം നമുക്കറിയാം, ആദ്യം കാണുന്ന ആദ്യത്തെ 400 മീറ്റർ താഴ്ചയിൽ കാണപ്പെടുന്ന ജലപ്രവാഹങ്ങൾ. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു താപനിലയെ അടിസ്ഥാനപ്പെടുത്തിയും സമുദ്ര ജലപ്രവാഹങ്ങളെ തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ പറയുന്നതാണ് ഒന്ന് ശീതജലപ്രവാഹങ്ങളും അതുപോലെ ഉഷ്ണജലപ്രവാഹങ്ങളും. ശീതജലം അതുപോലെ തന്നെ ഉഷ്ണജലം. അപ്പോൾ ശീതജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത് ശീതജലത്തെ ഉഷ്ണമേഖലകളിൽ എത്തിക്കുന്നു. അതായത് ജലപ്രവാഹങ്ങൾ നടക്കുന്നുണ്ട്, അതായത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൂവ് ചെയ്യുമ്പോൾ ശീതജല പ്രവാഹങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശീതജലത്തെ, തണുത്ത ജലത്തെ ജലത്തിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ ഉഷ്ണമേഖലകളിലേക്ക് എത്തിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന ശീതജലത്തെ അല്ലെങ്കിൽ ശീതജലത്തെ ഉഷ്ണമേഖലകളിൽ എത്തിക്കുന്ന ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഉഷ്ണജലത്തെ എത്തിക്കുന്ന ഒരു പ്രവാഹമാണ് ശീതജല പ്രവാഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ഈ പറയുന്ന വൻകരകളുണ്ട്, അതിലെ ഏറ്റവും താഴ്ന്ന അക്ഷാംശങ്ങൾ അല്ലേ, താഴ്ന്ന അക്ഷാംശങ്ങളും അതുപോലെ തന്നെ വൻകരകളുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നതുമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന ശീതജലപ്രവാഹം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയുവാണ്, വൻകരകളുടെ പടിഞ്ഞാറൻ തീരത്ത് അക്ഷാംശം താഴ്ന്നതും അതിൻ്റെ മധ്യഭാഗത്തുമായിട്ട് ഈ താഴ്ന്ന അക്ഷാംശങ്ങളിലും മധ്യ അക്ഷാംശങ്ങളും ഉണ്ട്. ഇപ്പം ഏതിൻ്റെയാണെന്ന് ചോദിച്ചാൽ ഈ താഴ്ന്ന അക്ഷാംശത്തിൻ്റെയും മധ്യ അക്ഷാംശത്തിൻ്റെയും എവിടെയാണെന്ന് ചോദിച്ചാൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത്. ഓക്കെ, വൻകരകളുടെ പടിഞ്ഞാറ് തീരങ്ങളിൽ കാണപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? ശീതജലപ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പം പൊതുവെ താഴ്ന്ന അക്ഷാംശങ്ങളിലും മധ്യ അക്ഷാംശങ്ങളിലും വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ജലപ്രവാഹമാണ് ശീതജലപ്രവാഹം. ഈ ശീതജലപ്രവാഹം ശീതജലത്തെ ഉഷ്ണമേഖലകളിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി കൂടാതെ തന്നെ നമ്മുടെ ഉത്തരാർദ്ധഗോളം എടുക്കുമ്പോഴത്തേക്ക് ഉയർന്ന അക്ഷാംശങ്ങളിൽ വൻകരകളുടെ കിഴക്കൻ ഭാഗത്തായിരിക്കും നമുക്ക് എന്താ കാണപ്പെടുന്നത്? ശീതജലപ്രവാഹം കാണപ്പെടുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ശീതജല പ്രവാഹം എന്ന് പറയുമ്പോൾ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് കാണപ്പെടുന്നത്. ഓക്കെ, വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും എന്ത് കാണപ്പെടുന്നത്? ശീതജല പ്രവാഹവും കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെ? അത് നമ്മുടെ ഈ സാധാരണ കാണപ്പെടുന്നത്. എന്നാൽ ഉത്തരാർദ്ധഗോളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉയർന്ന അക്ഷാംശങ്ങളിൽ എവിടെയാണ്? കിഴക്കൻ ഭാഗത്തായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഉയർന്ന അക്ഷാംശങ്ങളിൽ കിഴക്കൻ തീരങ്ങളിലായിരിക്കും എന്ത് കാണപ്പെടുന്നത്? ഈ ശീതജല പ്രവാഹത്തെ കാണപ്പെടുന്നത്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ചിന്തിച്ചാൽ മതി. ഏത്? ഉഷ്ണജല പ്രവാഹം എന്ന് പറയുന്നത്. ഉഷ്ണജല പ്രവാഹം ഉഷ്ണജലത്തെ ശീതജല മേഖലകളിലേക്ക് കൊണ്ടുപോകുന്നു. അത്രയേ ഉള്ളൂ. ഉഷ്ണജലത്തെ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏത് പ്രവാഹമാണ്? ഉഷ്ണജല പ്രവാഹമാണ്. രണ്ടാമത്തത് ഉഷ്ണജല പ്രവാഹങ്ങൾ താഴ്ന്ന അക്ഷാംശങ്ങളിലും മധ്യ അക്ഷാംശങ്ങളിലും കാണപ്പെടുന്നു. പക്ഷെ അതെവിടെയാണ്? വൻകരകളുടെ, നേരത്തെ നമ്മൾ പടിഞ്ഞാറൻ തീരം എന്നാണ് പറഞ്ഞത്, ഇപ്പോൾ എന്താ പറയേണ്ടത്? കിഴക്കൻ തീരത്താണ് കാണപ്പെടുന്നത്. അതുപോലെ അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞു, ഉത്തരാർദ്ധഗോളത്തിൽ എവിടെയാണ്? നമ്മുടെ ശീതജല പ്രവാഹം പറഞ്ഞപ്പോഴത്തേക്ക് ഉത്തരാർദ്ധഗോളത്തിൽ എവിടെയാണ്? കിഴക്കൻ പ്രദേശത്താണ്. ഉയർന്ന അക്ഷാംശങ്ങളിൽ കിഴക്കാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഉഷ്ണമേഖലാ പ്രവാഹമാണെന്നുണ്ടെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ എവിടെയായിട്ട് വരും? പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. ഉയർന്ന അക്ഷാംശങ്ങളിലെ വൻകരകളുടെ പടിഞ്ഞാറൻ ഭാഗത്തായിരിക്കും. അപ്പോൾ അക്ഷാംശം രേഖാംശം നമുക്കറിയാം.
ഏതൊക്കെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്? ഇത് അക്ഷാംശം, ഈ പോകുന്നതാണ് രേഖാംശം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഉയർന്ന അക്ഷാംശങ്ങളിൽ കാണപ്പെടുന്ന വൻകരകൾ ഉണ്ടാകും. അവയുടെ പടിഞ്ഞാറൻ ഭാഗത്തായിരിക്കും എന്ത് കാണപ്പെടുന്നത്? ഉഷ്ണമേഖല ജലപ്രവാഹം കാണപ്പെടുന്നത്. ക്ലിയർ ആണ്? അതത്രയും നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയാണ് സമുദ്രജല പ്രവാഹങ്ങളെന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന കുറോഷ്യോ പ്രവാഹം, അതുപോലെ തന്നെ ഉത്തര പസഫിക് പ്രവാഹം, ഒയാഷിയോ, കാലിഫോർണിയ പ്രവാഹം, ഇതൊക്കെ പലതരത്തിലുള്ള സമുദ്രജല പ്രവാഹങ്ങളാണ്. ഹംബോൾട്ട് പ്രവാഹമൊക്കെ ശീതജല പ്രവാഹത്തിന് എക്സാമ്പിളാണ്. ഹംബോൾട്ട് പ്രവാഹം എന്ന് പറയുന്നത് ശീതജല പ്രവാഹമാണ്. അതുപോലെ തന്നെ കുറേഷ്യോ പ്രവാഹം എന്ന് പറഞ്ഞാൽ അതൊരു ഉഷ്ണജല പ്രവാഹമാണ്. അപ്പോൾ ഉഷ്ണജലവും ശീതജലവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ശീതജല പ്രവാഹം എന്ന് പറയുമ്പോൾ മധ്യ അക്ഷാംശങ്ങളിലും താഴ്ന്ന അക്ഷാംശങ്ങളിലും മധ്യ അക്ഷാംശങ്ങളിലും കാണപ്പെടുന്ന വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത്, അത്രയും മനസ്സിലാക്കുക. ശീതജലം തണുത്ത ജലപ്രവാഹമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന താഴ്ന്ന അക്ഷാംശങ്ങളിലും മധ്യ അക്ഷാംശങ്ങളിലും കാണപ്പെടുന്ന വൻകരകൾ ഉണ്ടാകും, അവയുടെ പടിഞ്ഞാറൻ തീരത്തും. എന്നാൽ ഉത്തരാർദ്ധഗോളം എടുക്കുമ്പോൾ ഈ പറയുന്ന ഉയർന്ന അക്ഷാംശങ്ങളിലും ഉയർന്ന കാണപ്പെടുന്ന വൻകരകളുടെ കിഴക്കൻ തീരത്തുമായിരിക്കും കാണപ്പെടുന്നത്. ഇനി ഉഷ്ണജല പ്രവാഹത്തിൽ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഫോഴ്സ് തിരിച്ച് ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഡൗട്ട് അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി അടുത്തത് ഈ സമുദ്രജല പ്രവാഹങ്ങൾ കാരണം ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന സമുദ്രജലം വളരെ ഓക്സിജൻ കണ്ടന്റ് കൂടിയ ഒരു സ്ഥലമാണ്. അതായത് ഉഷ്ണജലത്തെ ശീതജലത്തിലേക്ക് മാറ്റുന്നു, ശീതജലത്തെ ഉഷ്ണമേഖലകളിലേക്ക് മാറ്റുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്, അതുപോലെ ശീതജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം അതുപോലെ തന്നെ ഈ ഉഷ്ണജലവും ശീതജല പ്രവാഹങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗങ്ങൾ എപ്പോഴും ഓക്സിജൻ കണ്ടന്റ് കൂടുതലായിരിക്കും. സോ ഈ ഓക്സിജൻ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ മത്സ്യങ്ങൾ ഒരുപാട് കാണും, അവരുടെ ഈ പ്ലവകങ്ങൾ കൂടുതലായിരിക്കും. പ്ലവകങ്ങൾ ഈ പറയുന്ന മത്സ്യങ്ങൾക്ക് ആഹാരമായതുകൊണ്ട് തന്നെ മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതലുള്ള പ്രദേശമായിരിക്കും ഉഷ്ണ ശീതജല പ്രവാഹത്തിൻ്റെ കൂടിച്ചേരുന്ന ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന മൂടൽ മഞ്ഞ് രൂപപ്പെടുന്നതും ഈ പറയുന്ന സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത തരം കാലാവസ്ഥാ വ്യവസ്ഥകൾ സൃഷ്ടിക്കുന്നതും സമുദ്രജല പ്രവാഹത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. വ്യത്യസ്ത തരം സമുദ്ര കാലാവസ്ഥകൾ സൃഷ്ടിക്കുന്നത് ഏതിൻ്റെ ഫലമായിട്ടാണ്? ഈ പറയുന്ന സമുദ്രജല പ്രവാഹത്തിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതും ഒക്കെ എന്ത് തന്നെയാണ്? സമുദ്രജല പ്രവാഹം തന്നെയാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ. ഉഷ്ണജലത്തെ ധ്രുവപ്രദേശങ്ങളിലും ശീതജലത്തെ ഉഷ്ണ പ്രദേശങ്ങളിലും എത്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് സമുദ്രജല പ്രവാഹമാണ്. ഉഷ്ണജലത്തെ ശീതജല മേഖലകളിലേക്കും ശീതജലത്തെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലുമൊക്കെ എത്തിക്കുന്നത് പ്രധാനമായും ആരുടെ പ്രാധാന്യം അല്ലെങ്കിൽ ആരുടെ ഇമ്പോർട്ടൻസ് കൂടിയാണ്? ഈ പറയുന്ന സമുദ്രജല പ്രവാഹമാണ്. ഇനി അതിനകത്ത് ഒരു വേലികൾ എന്ന് പറയുന്ന ഒരു ഭാഗവും കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം.